ഹായ് കേരറ്റ്സ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 SSGയുടെ എക്സാം എഴുതിയ എല്ലാ കുട്ടികളുടെയും മനസ്സിലൊരു ഡൗട്ടാണ് കട്ട് ഓഫ് എത്രയായിരിക്കും, നോർമലൈസേഷൻ മുഖേന എത്ര മാർക്കായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽഡ് പോയിൻറ്റ്സും ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഓൺലി നോർമലൈസേഷൻ്റെ അപ്ഡേറ്റ് ആയിരിക്കും പറയുന്നത്. ഇതിൻ്റെ സെക്കൻഡ് വീഡിയോയിൽ ഞാൻ എന്തായാലും കട്ട് ഓഫിൻ്റെ അപ്ഡേറ്റ് പറയുന്നതായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസ് അനുസരിച്ചും കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചും ഓരോ കാറ്റഗറിയുടെയും കട്ട് ഓഫ് എത്രയായിരിക്കും എന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ SSGD അപ്ഡേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ലഭിക്കാൻ നമ്മുടെ ഈ ഒരു ചാനൽ മാത്രം ഫോളോ ചെയ്താൽ മതി. ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും. 2021-22 മുതൽ SSGയുടെ എല്ലാ അപ്ഡേറ്റ്സും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിൻ്റെ മുൻവർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് ഇവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ എല്ലാ വീഡിയോസിൽ കൂടിയും ഷെയർ ചെയ്തിട്ടുമുണ്ട്. സിമ്പിളായിട്ട് പറഞ്ഞാൽ SSGD റിലേറ്റഡ് ആയിട്ടുള്ള A to Z കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോം മാത്രം ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫൻസ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു തംബ്നെയിലിൽ ക്ലിയറായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ആൻസർ കീ വന്നതിന് ശേഷം കട്ട് ഓഫ് എത്ര. ആൻസർ കീ ആൾറെഡി വന്നു കഴിഞ്ഞു. ജൂൺ 15-നാണ് ആൻസർ കീ വന്നത്. ആൻസർ കീ വന്ന ഉടനെ തന്നെ എല്ലാ കുട്ടികളും അവരുടെ സ്കോർ ചെക്ക് ചെയ്ത് കാണും. ഇനി എന്തായാലും ഷോർട്ട് ലിസ്റ്റും വരുന്നതായിരിക്കും. ഷോർട്ട് ലിസ്റ്റ് വരുന്നതിന് മുമ്പ് മിക്ക കുട്ടികൾ മനസ്സിലുള്ള ഡൗട്ടാണ് നോർമലൈസേഷൻ എത്ര ലഭിക്കും. കാരണം അതനുസരിച്ച് മിക്ക കുട്ടികൾക്കും ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോർമലൈസേഷൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കട്ട് ഓഫിലോട്ട് പോകുന്നതായിരിക്കും. നോർമലൈസേഷൻ്റെ കാര്യം പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും നോർമലൈസേഷൻ ലഭിക്കണമെന്നില്ല. അത് നിങ്ങളുടെ ഷിഫ്റ്റിൻ്റെ ലെവൽ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ചിലർക്ക് കൂടുതൽ മാർക്ക് ലഭിക്കും, ചിലർക്ക് കുറച്ച് മാർക്കായിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നിങ്ങളുടെ പേപ്പർ ലെവൽ എങ്ങനെയായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നോക്കൂ കുട്ടികളെ, കട്ട് ഓഫ് വീഡിയോ ഉടനെ വരുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. കട്ട് ഓഫ് വീഡിയോ പറഞ്ഞിട്ട് ആരും കമൻറ്റ് ചെയ്യേണ്ട. അതുകൊണ്ടാണ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പറഞ്ഞത്. കാരണം ഇതുകൂടി അറിഞ്ഞിട്ടേ നിങ്ങൾക്ക് കട്ട് ഓഫിനകത്തോട്ട് കിടക്കാൻ പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മുൻ വർഷത്തെ അപ്ഡേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിവിടെ തന്നെ 2022 മുതലുള്ള അപ്ഡേറ്റ് കാണാം. വേക്കൻസി എത്രയായിരുന്നു, അതേപോലെ തന്നെ ടോട്ടൽ ഫോം ഫില്ലപ്പ് എത്ര കുട്ടികളാണ് ചെയ്തത്. 2026 നിങ്ങൾക്ക് കാണാം 48 lakhs കേഡറ്റാണ് ഫോം ഫില്ല് ചെയ്തിരിക്കുന്നത്. ഫിസിക്കലിന് വേണ്ടിയിട്ട് എത്ര കുട്ടികളെയാണ് കോളപ്പ് ചെയ്തത്, അതായത് ആദ്യത്തെ ഷോർട്ട് ലിസ്റ്റിൽ വന്ന കുട്ടികളുടെ കൗണ്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. എല്ലാ വർഷത്തെയും അപ്ഡേറ്റ് എങ്ങനെയാണ്, ടോട്ടൽ വേക്കൻസി എത്രയാണോ അതിൻ്റെ 8 ഇരട്ടി കുട്ടികളെയാണ് വിളിക്കുന്നത്. ചിലപ്പോൾ 7.3 മൾട്ടിപ്ലിക്കേഷൻ, ചിലപ്പോൾ 7.6, ചിലപ്പോൾ 8 മൾട്ടിപ്ലൈഡ് കുട്ടികളെ ആയിരിക്കും ആദ്യത്തെ ഫിസിക്കലിനായിട്ട് വിളിക്കുന്നത് കേട്ടോ കുട്ടികളെ. അപ്പോൾ 2026 അപ്ഡേറ്റ് അനുസരിച്ച് വേക്കൻസി വന്നിരിക്കുന്നത് 25,000+ ആണ്. എന്തായാലും കുട്ടികളുടെ വേക്കൻസി ഇൻക്രീസ് ആവുന്നതായിരിക്കും. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് തന്നെ 45 to 50K അടുത്താണ്. ഇതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉടനെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതേ സെയിം ചാനൽ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു വേക്കൻസി ആണെന്നുണ്ടെങ്കിൽ 1.9 lakh കേഡറ്റിനടുത്ത് എന്തായാലും ആദ്യത്തെ ഫിസിക്കലിനായിട്ട് വിളിക്കുന്നതായിരിക്കും. ഇത്രയും കുട്ടികൾ ഒരിക്കലും വിളിക്കാനുള്ള സാധ്യതയില്ല. ഇതിനെക്കാട്ടും കൂടുതൽ കുട്ടികളെ വിളിക്കുന്നതായിരിക്കും. മുൻ വർഷങ്ങൾ അപ്ഡേറ്റ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 2026 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് എല്ലാ ഫോഴ്സിലും ഒത്തിരി പോസ്റ്റ് വേക്കൻ്റ് ആണ്. അതേപോലെ തന്നെ പുതിയ ബറ്റാലിയനും രൂപീകരിക്കുന്നുണ്ട്. അവിടെയും എന്തായാലും സോൾജേഴ്സ് വേണം. പുതിയ സോൾജേഴ്സിനെ വേണമെന്നുണ്ടെങ്കിൽ എന്തായാലും റാലി ഓപ്പൺ ചെയ്യണം, അതായത് നോട്ടിഫിക്കേഷൻ ഔട്ട് ചെയ്യണം, വേക്കൻസി കൂട്ടണം. ആ മാർഗ്ഗങ്ങൾ എന്തായാലും SSCക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കുട്ടികളെ നോക്കൂ, ആൻസർ കീ വന്നതിന് ശേഷമുള്ള അപ്ഡേറ്റും അതിന് മുൻപുള്ള അപ്ഡേറ്റും അനുസരിച്ച് ഈസിയസ്റ്റ് ആൻഡ് ഹാർഡസ്റ്റ് ഷിഫ്റ്റ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. നിങ്ങളെല്ലാവരും എക്സാം എഴുതിയതാണ്. ഏറ്റവും ഹാർഡസ്റ്റ് ഷിഫ്റ്റ് എന്നറിയപ്പെടുന്നത് 25th May ഷിഫ്റ്റ് 1 ആണ്. പിന്നെ 18th May ഷിഫ്റ്റ് 2 ആണ്. പിന്നെ 7th May ഷിഫ്റ്റ് 3 ആണ്. ഇതാണ് ഹാർഡസ്റ്റ് ഷിഫ്റ്റ് എന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതേപോലെ ഈസിയസ്റ്റ് ഷിഫ്റ്റായി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ഒഫീഷ്യലി അല്ല, അൺഒഫീഷ്യൽ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഈ പറയുന്നത്. കുട്ടികളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ കുട്ടികളെ. ഈസിയസ്റ്റ് ഷിഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്, ദാറ്റ് മീൻസ് കുട്ടികളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് 31 May ഷിഫ്റ്റ് 1 ആണ്, 31 May ഷിഫ്റ്റ് 3, 4th May ഷിഫ്റ്റ് 3 ആണ്. ഇതാണ് ഈസിയസ്റ്റ് ഷിഫ്റ്റ്. അതേപോലെ തന്നെ ഹാർഡസ്റ്റ് ഷിഫ്റ്റ് എന്ന് നമ്മൾ കണക്ക് കൂട്ടിയതനുസരിച്ച് നമ്മുടെ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, ഇതിനകത്ത് ഏതെങ്കിലും ഷിഫ്റ്റിൽ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. എക്സാം അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് തന്നെ അറിയാം
SSGDക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് അറിയാൻ പറ്റും പ്രോപ്പറായിട്ട് ഹാർഡസ്റ്റ് ഏതാണ്, ഈസിയസ്റ്റ് ഏതാണെന്ന്. പഠിക്കാതെ അറ്റൻഡ് ചെയ്ത കുട്ടികൾക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ ഐഡിയ എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും നിങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം കേട്ടോ കുട്ടികളെ. ഇനി നമുക്ക് നോക്കാം, ഷിഫ്റ്റ് വൈസ് അനാലിസിസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ ദിവസത്തെയും ഷിഫ്റ്റ് വൈസ് അനാലിസിസ് അനുസരിച്ച് നോർമലൈസേഷൻ എത്ര വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അന ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതായിരിക്കും. ചാനൽ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എല്ലാ കുട്ടികളും വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്താലും മതി. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് പേര്. ടെലിഗ്രാം ചാനലിൻ്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ചാനൽ ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ടെലിഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഷിഫ്റ്റ് വൈസ് അനുസരിച്ച് നോർമലൈസേഷൻ ഇത്രയും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം. നോക്കൂ കുട്ടികളെ, മുൻ വർഷങ്ങളിലെ കമ്പാരിസൺ അനുസരിച്ച് 2022 മുതൽ അപ്ഡേറ്റ് അനുസരിച്ച് മാക്സിമം നോർമലൈസേഷൻ ഇത്രയും മാർക്ക് വീതം ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഇതേ രീതിയിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. 2022 അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ നോക്കൂ, 13.81, പിന്നെ 24.6, 17.99, 25.47. 2026 അപ്ഡേറ്റ് അനുസരിച്ച് 25 മാർക്ക് വരെ മാക്സിമം നോർമലൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച്, പിന്നെ മുൻ വർഷങ്ങളിലെ നോർമലൈസേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനനുസരിച്ച് തന്നെയാണ് എല്ലാ വർഷവും വന്നിരിക്കുന്നത് കുട്ടികളെ. അപ്പോൾ 2026 ഇത്രയും മാർക്കിനടുത്ത് നോർമലൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി എത്ര മാർക്ക് വീതമായിരിക്കും ലഭിക്കാൻ പോകുന്നത് ഓരോ ഷിഫ്റ്റ് വൈസും അത് ഞാൻ പറഞ്ഞു തരാം. നോക്കൂ, നിങ്ങളിപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്തൊരു കുട്ടികളാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഷിഫ്റ്റ് ടഫ് ആണോ അതോ ഈസി ആയിരുന്നോ എന്ന്. നിങ്ങളുടെ ഷിഫ്റ്റ് ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് +18 അടുത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് +18 × 25 മാർക്സിനടുത്ത് നിങ്ങൾക്ക് നോർമലൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഷിഫ്റ്റ് മീഡിയം ടു ഡിഫിക്കൽട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് +5 to +15 മാർക്സിനടുത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ ഷിഫ്റ്റ് ഈസി ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 0 മുതൽ 3 to 4 മാർക്സ് വരെ നോർമലൈസേഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും നോർമലൈസേഷൻ അപ്ഡേറ്റഡ് കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി എന്താണ് നോർമലൈസേഷൻ എന്നുകൂടി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതിൽ പേടിക്കേണ്ട. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2023, 24, 25 ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ വർഷവും അതേ സെയിം കണ്ടൻറ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നില്ല. നോർമലൈസേഷൻ എന്താണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, എല്ലാ ദിവസവും SSGയുടെ എക്സാം എല്ലാ ദിവസവും ഇല്ല, അതായത് അവരുടെ എക്സാം ടൈം ടേബിൾ അനുസരിച്ച് 3 ഷിഫ്റ്റായിട്ടാണ് നടക്കുന്നത്. ചില വർഷത്തെ കാര്യം പറയുകയാണെങ്കിൽ 48 അല്ലെങ്കിൽ 52 ഷിഫ്റ്റ് വരെ എക്സാം നടത്തേണ്ടതായിട്ട് വരും. അപ്പോൾ എല്ലാ ദിവസത്തെയും എക്സാം പാറ്റേൺ സെയിം ആയിരിക്കത്തില്ല. എക്സാം പാറ്റേൺ ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ സിലബസിൻ്റെ ടഫ്നെസ് ആണ്. ആദ്യത്തെ ഷിഫ്റ്റ് ചിലപ്പോൾ ഈസി ആയിരിക്കും, അടുത്ത ഷിഫ്റ്റ് ഹാർഡായിരിക്കും, പിന്നെ ഈസി ആയിരിക്കും, അടുത്ത ദിവസം മീഡിയം ആയിരിക്കും, പിന്നെയും ഹാർഡായിരിക്കും, പിന്നെയും ഈസി ആയിരിക്കും. ഇങ്ങനെ പേപ്പറിൻ്റെ ലെവൽ അപ്പ് ഡൗൺ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നോർമലൈസേഷൻ പ്രൊസീജിയർ കൊണ്ടുവരുന്നത്. മനസ്സിലായ കുട്ടികളെ? അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഷിഫ്റ്റ് ഈസി ആയിരുന്നോ അതോ ഹാർഡായിരുന്നോ അതോ മീഡിയം ആയിരുന്നോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ കൺക്ലൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായ, നോർമലൈസേഷൻ 25 മാർക്സ് വരെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അത് 0 to 25 വരെ എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കട്ട് ഓഫ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ. 2026-27 SSGDക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ അന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ടോട്ടൽ ഫീസ് 2950 ആണ്. ക്ലാസ്സുകൾ മലയാളത്തിലും ലഭിക്കുന്നതായിരിക്കും. 150+ മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ആൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. 2 ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് ഇപ്പോൾ നടക്കുന്ന ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. പിന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പിന്നെയും നമ്മളൊരു ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ആ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് 2 ബാച്ചിലേക്കുള്ള നിങ്ങൾക്ക് പ്രോപ്പർ കൺട്രോൾ ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ബാച്ചിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് കവർ ചെയ്യാം. പിന്നെ രണ്ടാമത്തെ ബാച്ചിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ആദ്യത്തെ ബാച്ചിൻ്റെ ആ ഒരു ബേസ് ഐഡിയയും ആ ഒരു ടച്ചും വെച്ച് രണ്ടാമത്തെ ബാച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മന്തിലാണ്. എക്സാം വരുന്നത് 2027 ഫെബ്രുവരി മന്ത് മുതലായിരിക്കും. അപ്പോൾ നേരത്തെ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രോപ്പർ ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം അന ഡിഫൻസ് അക്കാഡമി കാണും. അതോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ,
+2 ഹ്യൂമാനിറ്റീസും കൊമേഴ്സും എടുത്ത് പഠിച്ച ഒത്തിരി കുട്ടികൾ നമ്മുടെ കേരളത്തിലുണ്ട്. അവർക്കൊക്കെ മാത്സുമായിട്ടും റീസണിങ്ങും അതേപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷുമായിട്ടും ടച്ച് വളരെ കുറവായിരിക്കും. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ടച്ച് നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 2 ബാച്ചിൽ ജോയിൻ ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. ആദ്യത്തെ ബാച്ചിൽ നിങ്ങൾക്ക് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ബാച്ചിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും. അതുകൊണ്ട് ഈ ഒരു ബെനിഫിറ്റ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഉടനെ തന്നെ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടിപൊളി ക്ലാസ്സുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഞാനും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പമുണ്ട്. ഒരു മിസ്റ്റേക്ക് പോലും നമ്മൾ വരുത്തത്തില്ല നിങ്ങളുടെ ഒരു ചാൻസ് മിസ് ചെയ്യാനായിട്ട്. 2026-27 നിങ്ങളും പാരാമിലിറ്ററി ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഡിഫൻസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇത് കോളിംഗ് നമ്പറാണ് കുട്ടികളെ. കോളിംഗ് നമ്പർ ഇതാണ്. ഇത് വാട്സപ്പ് നമ്പറാണ് കേട്ടോ. 8281780396 ഇതാണ് കോളിംഗ് നമ്പർ. ഇനി ഇത് വാട്സപ്പ് നമ്പറാണ്. ഇതിനകത്ത് വിളിച്ചാൽ കിട്ടത്തില്ല. ഇതിനകത്ത് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മാത്രം മതി. കറക്റ്റായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. 2 നമ്പറും സേവ് ചെയ്യുക. ഈ 2 നമ്പറിലും എല്ലാ ദിവസവും നമ്മൾ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ കൂടി. അത് മുഖേന നിങ്ങൾക്ക് അപ്ഡേറ്റഡ് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. SSGD റിലേറ്റഡ് ബാക്ക് ടു ബാക്ക് വീഡിയോസ് നിങ്ങളുടെ കയ്യിൽ ലഭിക്കാനായിട്ട് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പരമാവധി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.